നമസ്കാരം. നമ്മുടെ PSC ഇന്ന് ഒരു LGS ലെവൽ എക്സാം നടന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ നിന്ന് ക്വസ്റ്റ്യൻസ് നമ്മൾ പരിചയപ്പെട്ടാലോ നമുക്ക്. ഒന്നാമത്തെ ചോദ്യം ഇതായിരുന്നു: താഴെ തന്നിരിക്കുന്നവയിൽ ദാദാഭായ് നവറോജിയുടെ ബന്ധമില്ലാത്ത പ്രസ്താവന ഏതൊക്കെയാണ്? ദാദാഭായ് നവറോജിയുമായി ബന്ധമില്ലാത്ത പ്രസ്താവനകൾ. ഒന്ന്, ചോർച്ച സിദ്ധാന്തത്തിൻ്റെ ഉപജ്ഞാതാവ്. ശരിയാണല്ലേ, ചോർച്ച സിദ്ധാന്തത്തിൻ്റെ ഉപജ്ഞാതാവ് ആര് തന്നെയാണ്? ദാദാഭായ് നവറോജിയാണ്. പോവർട്ടി ആൻഡ് അൺ ബ്രിട്ടീഷ് റൂൾ ഇൻ ഇന്ത്യ എന്ന പുസ്തകം രചിച്ചു. ശരിയാണ്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ സ്ഥാപകൻ. തെറ്റാണ്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് സ്ഥാപകൻ ആരാ? A.O. ഹ്യൂം അല്ലേ? A.O. ഹ്യൂമാണ് ANC സ്ഥാപകനായിട്ട് കരുതുന്നത്. ഇനി ഇന്ത്യയുടെ വന്ധ്യവയോധികൻ എന്നറിയപ്പെടുന്നു. അതും എന്താണ്? ശരിയായ പ്രസ്താവനകളാണ്. അപ്പോൾ ഏതൊക്കെയാണ് ശരി? 1, 2, 4 അല്ലേ? അപ്പോൾ ഇതിൽ ബന്ധമില്ലാത്ത പ്രസ്താവന ഏതാ? 3 മാത്രം അല്ലേ? അപ്പോൾ ഓപ്ഷൻ സി ആണ് ഇതിൻ്റെ ആൻസർ. ബന്ധമില്ലാത്ത പ്രസ്താവന ഏതാ? ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ സ്ഥാപകൻ ദാദാഭായ് നവറോജി എന്നുള്ളത് എന്താണ്? തെറ്റായ പ്രസ്താവനയാണ്. ഇനി രണ്ടാമത്തെ ചോദ്യം: സ്വാതന്ത്ര്യം എൻ്റെ ജന്മാവകാശമാണ്, ഞാനത് നേടുക തന്നെ ചെയ്യും എന്നാരാ പറഞ്ഞത്? എത്രയോ പ്രാവശ്യം ചോദിച്ച ക്വസ്റ്റ്യൻ അല്ലേ? ഏതാ? ബാലഗംഗാധര തിലകനാണ്. 3, താഴെ തന്നിരിക്കുന്നതിൽ 1857 ഒന്നാം സ്വാതന്ത്ര്യത്തിൻ്റെ പ്രധാന കാരണങ്ങൾ എന്തൊക്കെയാണ്? ഏതൊക്കെയാണ്? 1, കർഷകരുടെ ദുരിതങ്ങൾ. ശരിയാണ്. കരകൗശല തൊഴിലാളികളുടെ ദാരിദ്ര്യം. ശരിയാണ്. രാജാക്കന്മാരുടെ പ്രശ്നങ്ങൾ. ശരിയാണ്. ശിപ്പായിമാരുടെ ദുരിതങ്ങൾ. ഇതൊക്കെ എന്താണ്? ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിൻ്റെ കാരണങ്ങളായിട്ടുള്ള സംഭവങ്ങളാണ്. അപ്പോൾ ഏതാ? ഓപ്ഷൻ ഡി ആണ്. ഇവയൊക്കെ എന്താണ്? ശരിയായ പ്രസ്താവനകളാണ്. നാലാമത്തെ ചോദ്യം: ക്വിറ്റ് ഇന്ത്യ സമര നായിക എന്ന് ഗാന്ധിജി വിശേഷിപ്പിച്ചത് ആരെയായിരുന്നു? അരുണ ആസിഫ് അലി അല്ലേ? അരുണ ആസിഫ് അലിയാണ് ഗാന്ധിജി എന്ത് വിശേഷിപ്പിച്ചത്? ക്വിറ്റ് ഇന്ത്യ സമര നായിക എന്ന് പറഞ്ഞല്ലേ. ക്വിറ്റ് ഇന്ത്യ സമര നായകൻ ആരായിരുന്നു? ജയപ്രകാശ് നാരായണുമായിരുന്നു അല്ലേ. അഞ്ചാമത്തെ ചോദ്യം: ഇന്ത്യൻ റിപ്പബ്ലിക്കൻ ആർമി രൂപീകരിച്ച വ്യക്തി ആരാ? സൂര്യസെൻ ആണല്ലേ. ഓപ്ഷൻ സി, സൂര്യസെൻ ആണ് ഇന്ത്യൻ റിപ്പബ്ലിക്കൻ ആർമി രൂപീകരിച്ചത്. എട്ടാമത്തെ ചോദ്യം: താഴെ കൊടുത്തിരിക്കുന്നവയിൽ മലബാർ കലാപവുമായി ബന്ധപ്പെട്ട് പ്രസ്താവനകൾ ഏതൊക്കെയാണ്? അതായത് ശരിയായ പ്രസ്താവന. മലബാർ കലാപവുമായി ബന്ധപ്പെട്ടിട്ട് ശരിയായ പ്രസ്താവനകൾ ഏതൊക്കെയാ? 1, മാപ്പിള കലാപങ്ങൾ എന്നറിയപ്പെടുന്നു. മലബാർ കലാപം മാപ്പിള കലാപം എന്ന് അറിയപ്പെട്ടിട്ടുണ്ട്. 2, മലബാർ സ്പെഷ്യൽ പോലീസ് അതായത് MSP എന്ന ഒരു പ്രത്യേക വിഭാഗം പോലീസ് സേനയെ കലാപങ്ങൾ അടിച്ചമർത്താൻ വേണ്ടിയിട്ട് രൂപീകരിച്ചു. ശരിയാണ്. കലാപങ്ങളെക്കുറിച്ച് പഠിക്കാൻ വില്യം ലോഗൻ കമ്മീഷനെ നിയമിച്ചു. ശരിയാണ്. ബ്രിട്ടീഷുകാരുടെ തെറ്റായ നികുതി നയമാണ് കലാപത്തിൻ്റെ കാരണം. അതെന്താണ്? അതും ശരിയാണ്. അപ്പോൾ എന്താ? 4 പ്രസ്താവനകൾ മലബാർ കലാപവുമായി ബന്ധപ്പെട്ടിട്ട് ഈ 4 പ്രസ്താവനകൾ എന്താണ്? ശരിയായ പ്രസ്താവനകളാണ്. ഇനി ഏഴാമത്തെ ചോദ്യം കാലക്രമത്തിൽ എഴുതാൻ വേണ്ടിയിട്ടാണ്. 1, കുണ്ടറ വിളംബരം. ഏതാ വർഷം? 1809 അല്ലേ? കുണ്ടറ വിളംബരം എന്ന 1809. നിവർത്തന പ്രക്ഷോഭം 1932. മലയാളി മെമ്മോറിയൽ 1891. ഗുരുവായൂർ സത്യാഗ്രഹം 1931 അല്ലേ. അപ്പോൾ ഇത് ആദ്യം ഏതാ വരുന്നത്? 1809 കുണ്ടറ വിളംബരം തന്നെയാണ് വരുന്നത് അല്ലേ. അപ്പോൾ ഓപ്ഷൻ ഡി നമുക്ക് വെട്ടിക്കളയാം. രണ്ടാമത്തത് ഏതാ വരും? 1809 കഴിഞ്ഞാൽ 1891 അല്ലേ. മലയാളി മെമ്മോറിയൽ 3 ആണ് വരുന്നത് അല്ലേ. അപ്പം ഏതാ ഓപ്ഷൻ വരുന്നത്? അങ്ങനെ ഒരു ഓപ്ഷൻ വരുന്നത് ഓപ്ഷൻ സി മാത്രമേ ഉള്ളൂ അല്ലേ. അപ്പോൾ നമ്മൾ നേരിട്ട് ആൻസറിലെത്താൻ കഴിയും. ഇനി രണ്ടാമത്തെ ചോദ്യം ചേരുംപടി ചേർക്കാൻ വേണ്ടിയിട്ടാണ്. 1, നവോത്ഥാന നായകന്മാരും അവർ സ്ഥാപിച്ച സംഘടനകളുമാണുള്ളത്. 1, അയ്യങ്കാളി അഥവാ പൊയ്കയിൽ ശ്രീകുമാര ഗുരുദേവൻ. 3, വാഗ്ബടാനന്ദൻ. 4, വൈകുണ്ഠസ്വാമികൾ. ഇപ്പുറത്തുള്ളത് സമത്വ സമാജം, സാധുജന പരിപാലന സംഘം, പ്രത്യക്ഷ രക്ഷാ ദേവസഭ, വിദ്യാസംഘം. അയ്യങ്കാളി ഏതാ? അയ്യങ്കാളി നിർമ്മിച്ചത് ഏതാ? സാധുജന പരിപാലന സംഘമാരായിരുന്നു. അയ്യങ്കാളിയാണ്. പൊയ്കയിൽ ശ്രീകുമാര ഗുരുദേവൻ ഏതാ? പ്രത്യക്ഷ രക്ഷാ ദേവസഭ. വാഗ്ബടാനന്ദൻ ഏതായിരുന്നു? ആത്മവിദ്യാസംഘം. വൈകുണ്ഠസ്വാമികൾ സമത്വ സമാജ് അല്ലേ. അപ്പോൾ 1, 2 അല്ലേ. 1, 2 വരുന്ന ഓപ്ഷൻ 1 മാത്രമേ ഉള്ളൂ. ഓപ്ഷൻ എ മാത്രമേ ഉള്ളൂ ആൻസർ അല്ലേ. അപ്പോൾ 8ൻ്റെ ആൻസർ ഓപ്ഷൻ എ ആണ്. 9ാമത്തെ ചോദ്യം താഴെ കൊടുത്തിരിക്കുന്നതിൽ ചട്ടമ്പി സ്വാമികൾ രചിച്ച കൃതി ഏതാ? വേദാധികാര നിരൂപണം അല്ലെ. വേദാധികാര നിരൂപണ ആര പുസ്തകമായിരുന്നു? ചട്ടമ്പി സ്വാമികളുടെ കൃതിയാണ്. 10ാമത്തെ ചോദ്യം വൈക്കം സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ട പ്രസ്താവനകൾ ശരിയായത് ഏതൊക്കെയാണെന്ന് കണ്ടെത്താം. വൈക്കം സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ടിട്ട് ശരിയായ പ്രസ്താവനകൾ
ഒന്ന് സഞ്ചാര സ്വാതന്ത്ര്യത്തിനായിട്ട് കേരളത്തിൽ നടന്ന ആദ്യത്തെ പ്രക്ഷോഭമാണ്. കേരളത്തിലെ സഞ്ചാര സ്വാതന്ത്ര്യത്തിനായിട്ട് കേരളത്തിൽ നടന്ന ആദ്യത്തെ പ്രക്ഷോഭമാണ്. ഇത് ശരിക്ക് സഞ്ചാര സ്വാതന്ത്ര്യത്തിനായിട്ട് ആദ്യം നടക്കുന്നത് തളിർ റോഡ് പ്രക്ഷോഭമാണ്. പക്ഷേ ഇതിൽ ആൻസർ എന്ത്, ഇത് പ്രകാരം ഇത് ഒന്ന് എല്ലാ ഓപ്ഷനിലും ഉള്ളത് കൊണ്ട് അതെന്തായിട്ട് നമ്മൾ ഒന്ന് ശരി എന്നുള്ള ഓപ്ഷനായിട്ട് എടുക്കാൻ കഴിയുള്ളൂ ഇവിടെ. കാരണം 4 ഓപ്ഷനിൽ എന്തുണ്ട്, ഒന്ന് ശരിയാകുന്നുണ്ട്. അപ്പോൾ രണ്ടാമത്തത് TK മാധവനാണ് നേതൃത്വം നൽകിയത്, അതെന്തായാലും ശരിയാണ്. 3 AK ഗോപാലനായിരുന്നു വളണ്ടിയർ ക്യാപ്റ്റൻ, അത് തെറ്റാണ് അല്ലേ. ഏതായിരുന്നു, ഗുരുവായൂർ സത്യാഗ്രഹത്തിൻ്റെ വളണ്ടിയർ ക്യാപ്റ്റനാണ് ആര്, AKG എന്ന് പറയുന്നത്. മന്നത്ത് പത്മനാഭൻ സവർണജാഥ നയിച്ചു, അതും എന്താണ്, ശരിയായ പ്രസ്താവന. അപ്പോൾ ഏതൊക്കെ വരിക, 1, 2, 4 എന്നുള്ള ഓപ്ഷനാണ് നമുക്ക് വരുന്നത്. ഇനി 11ാമത്തെ ചോദ്യം, ഇന്ത്യൻ ഭരണഘടന ഔദ്യോഗികമായിട്ട് നിലവിൽ വന്ന വർഷം ഏതാണ്? ഇന്ത്യൻ ഭരണഘടന ഔദ്യോഗികമായിട്ട് നിലവിൽ വന്നത് എന്ന ഓപ്ഷൻ സി ആണ്. 1950 ജനുവരി 26-നാണ് ഔദ്യോഗികമായിട്ട് നിലവിൽ വരുന്നത്. 12ാമത്തെ ചോദ്യം, 6 മുതൽ 14 വയസ്സ് വരെയുള്ള എല്ലാ കുട്ടികൾക്കും സൗജന്യവും നിർബന്ധിതവുമായ വിദ്യാഭ്യാസം മൗലികാവകാശമായത് ഏത് ഭരണഘടനാ ഭേദഗതിയിലൂടെയായിരുന്നു? ഓപ്ഷൻ ബി അല്ലേ വരല്ലേ, 86ാമത്തെ ഭേദഗതി 2002. 13ാമത്തെ ചോദ്യം, ഇന്ത്യൻ ഭരണഘടനയുടെ ഏത് ഭാഗത്തിലാണ് മൗലിക കടമകളെക്കുറിച്ച് പ്രതിപാദിക്കുന്നത്? ഏത് ഭാഗത്താ? ഓപ്ഷൻ സി 4A ഭാഗത്താണ്. 4Aയിലാണ് ഏത്, മൗലിക കടമകളെക്കുറിച്ച് പ്രതിപാദിക്കുന്നത്. 14ാമത്തെ ചോദ്യം, ഇന്ത്യൻ ഭരണഘടന ഉറപ്പു നൽകുന്ന മൗലികാവകാശങ്ങളിൽ ഉൾപ്പെടാത്തത് ഏത്? ഇനി ചോദിക്കാനില്ല, കണ്ണുകൂട്ടി എഴുതാൻ പറ്റിയതാ, സ്വത്തവകാശമാണ്. 15 താഴെ കൊടുത്തിരിക്കുന്നവയിൽ എഴുതപ്പെടാത്ത ഭരണഘടനയുള്ളത് ഏത് രാജ്യത്തിനാണ്? ഏത് രാജ്യത്തിനാ? ഓപ്ഷൻ എ ബ്രിട്ടനിലാണ് അല്ലെ, ബ്രിട്ടനിലാണ്. 16 ഇപ്പോഴത്തെ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആരാ? ധനഞ്ജയ് യശ്വന്ത ചന്ദ്രചൂഡ്. ഓപ്ഷൻ ഡി ജസ്റ്റിസ് DY ചന്ദ്രചൂഡ്. 17ാമത്തെ ചോദ്യം, നിലവിലെ ലോക്സഭാ സ്പീക്കർ ആരാ നിലവിലെ ലോക്സഭാ സ്പീക്കർ? ഓപ്ഷൻ ബി ഓം ബിർളയാണ്. 18 താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ VP മേനോനെ കുറിച്ച് ശരിയായ പ്രസ്താവനകൾ ഏതൊക്കെയാണ്? VP മേനോനെ കുറിച്ചിട്ട് ശരിയായ പ്രസ്താവനകൾ: 1, സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയിൽ നാട്ടുരാജ്യങ്ങളുടെ ഇന്ത്യൻ യൂണിയനിലേക്ക് സംയോജനവുമായി ബന്ധപ്പെട്ട സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ സെക്രട്ടറി ആയിരുന്ന മലയാളിയാണ് VP മേനോന്. ശരിയാണോ? ശരിയാണ്. 1A ശരിയാണ്. 2, ഭാഷാടിസ്ഥാനത്തിൽ സംസ്ഥാനങ്ങളെ പുനഃസംഘടിപ്പിക്കുന്നതിനായിട്ട് രൂപീകരിച്ച സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷനിലെ അംഗമാണ്. തെറ്റാണ്. ഓപ്ഷൻ സി ദ ട്രാൻസ്ഫർ ഓഫ് പവർ ഇന്ത്യ എന്ന ഗ്രന്ഥത്തിൻ്റെ കർത്താവാണ്. ശരിയാണ്. 1952 ആസാമിൽ ഗവർണറായിട്ട് ചുമതലയേറ്റു. തെറ്റാണ്. എവിടെയായിരുന്നു? ഒഡീഷയിലാണ് ഗവർണറായിട്ട് ചുമതലയേറ്റത്. അപ്പോൾ ശരിയായ പ്രസ്താവന ഏതൊക്കെയാ? ഓപ്ഷൻ ബി എയും സിയുമാണ്. 19 താഴെ തന്നിരിക്കുന്നതിൽ 1961 വരെ പോർച്ചുഗലിൻ്റെ അധീനതയിലായിരുന്ന പ്രദേശം ഏതായിരുന്നു? ഗോവയാണ്. ഓപ്ഷൻ എ ഗോവയാണ്. 20ാമത്തെ ചോദ്യം, ഇന്ത്യയിലെ ആദ്യത്തെ റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രമായ തുമ്പ ബഹിരാകാശ ഗവേഷണ കേന്ദ്രത്തിൻ്റെ ശില്പി ആരായിരുന്നു? വിക്രം സാരാഭായ് അല്ലേ. നിലവിൽ അറിയപ്പെടുന്നത് ആരുടെ പേര് തന്നെയാണ്? വിക്രം സാരാഭായിയുടെ പേരിൽ തന്നെയാണ് അല്ലേ. 21 ഏത് രാജ്യത്തിൻ്റെ സാങ്കേതിക സഹായത്തോടെയാണ് 1964 ബൊക്കാറോ സ്റ്റീൽ പ്ലാന്റ് എന്ന ഇരുമ്പുരുക്ക് ശാല ആരംഭിച്ചത്? ആരതായിരുന്നു? റഷ്യയാണ് അല്ലേ. ഓപ്ഷൻ സി റഷ്യ. 22 12ാം പഞ്ചവത്സര പദ്ധതിയുമായി ബന്ധപ്പെട്ടത് ഏതാണ്? അതായത് 12ാം പഞ്ചവത്സര പദ്ധതിയുടെ ലക്ഷ്യം എന്തായിരുന്നു? സുസ്ഥിര വികസനമാണ്. ഓപ്ഷൻ ഡി സുസ്ഥിര വികസനം. 23 താഴെ പറയുന്നവർ കേരള സർക്കാരിൻ്റെ ഗവേണൻസ് ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ ഈ ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയറായ സഞ്ചയ നൽകുന്ന സേവനങ്ങൾ ഏതൊക്കെയാണ്? 1 ഉടമസ്ഥാവകാശ സർട്ടിഫിക്കറ്റ്. ഓപ്ഷൻ ബി കെട്ടിട വയസ്സ് സർട്ടിഫിക്കറ്റ്. ഓപ്ഷൻ സി കെട്ടിട നികുതി അടക്കൽ. ഓപ്ഷൻ ഡി മുകളിൽ പറഞ്ഞവയെല്ലാം. ഏതാ? ഓപ്ഷൻ ഡി മുകളിൽ പറഞ്ഞവ എല്ലാം. അപ്പോൾ ഓർത്തു വെക്കുക, സഞ്ചയ എന്ന ആപ്ലിക്കേഷൻ നൽകുന്ന സേവനങ്ങളാണ് 1 ഉടമസ്ഥാവകാശ സർട്ടിഫിക്കറ്റ്, കെട്ടിട വയസ്സ് സർട്ടിഫിക്കറ്റ്, കെട്ടിട നികുതി അടക്കൽ, അതുപോലെ കെട്ടിട നികുതി അടക്കൽ. ഇനി 24 റോഡ് അപകടങ്ങൾ കുറയ്ക്കാനും ഗതാഗത നിയമലംഘനം തടയാനും സംസ്ഥാനത്തെ മോട്ടോർ വാഹന വകുപ്പ് AI അധിഷ്ഠിത ക്യാമറകൾ സ്ഥാപിച്ച പദ്ധതി ഏതിൻ്റെ കീഴിലായിരുന്നു? ഓപ്ഷൻ ബി സേഫ് കേരള എന്ന പദ്ധതിക്ക് കീഴിലാണ് AI ക്യാമറകൾ സ്ഥാപിച്ചത്. 25ാമത്തെ ചോദ്യം, ഇന്ത്യൻ ഉപദ്വീപീയ പീഠഭൂമിയിൽ നിന്നും ഉത്ഭവിക്കുന്ന നദികളാണ് ഉപദ്വീപീയ നദികൾ. താഴെ തന്നിരിക്കുന്നവയിൽ പടിഞ്ഞാറോട്ടൊഴുകുന്ന നദികൾ ഏതൊക്കെയാണെന്ന് കണ്ടെത്തുക. ഏതൊക്കെയാ? 1 കാവേരി ഉണ്ട്, കൃഷ്ണയുണ്ട്, പിന്നെ 2ാമത്തത് നർമ്മദ താപ്തി, 3ാമത്തത് ഗോദാവരി മഹാനദി, 4 മഹാനദി കൃഷ്ണ. ഏതൊക്കെയാ? ഉപദ്വീപീയ നദികൾ, അതായത് പടിഞ്ഞാറോട്ടൊഴുകുന്ന നദികൾ ഏതൊക്കെയാണെന്ന് കണ്ടെത്താം.
ഏതാ? ഓപ്ഷൻ ബി മാത്രമേ, രണ്ട് മാത്രം, നർമ്മദയും താപ്തിയും മാത്രമേ എന്തുള്ളൂ പടിഞ്ഞാറോട്ട് ഒഴുകുന്നുള്ളൂ. 26 ചാന്ദ്രയാൻ 1ന്റെ പ്രൊജക്ട് ഡയറക്ടറാണ് അണ്ണാദുരൈ. എന്നാൽ ചാന്ദ്രയാൻ 3യുടെ പ്രൊജക്ട് ഡയറക്ടർ ആരായിരുന്നു? പി വീരമുത്തുവേല. ഓപ്ഷൻ എ പി വീരമുത്തുവേല. 27 താഴെ കൊടുത്തിരിക്കുന്നവയിൽ ശരിയായ പ്രസ്താവന ഏതാന്ന് കണ്ടെത്താം. കേരളത്തിൽ ഏലം വിളയുടെ വളർച്ചയ്ക്കാവശ്യമായ ഭൂമിശാസ്ത്ര ഘടകം ഏതാ? ഓപ്ഷൻ സി നീർവാർച്ചയുള്ള മണ്ണാണ് കേട്ടോ. ഓപ്ഷൻ സി നീർവാർച്ചയുള്ള മണ്ണ്. 28 അറബിക്കടലുമായിട്ട് അതിർത്തി പങ്കിടുന്ന സംസ്ഥാനങ്ങളിൽ ഉൾപ്പെടാത്തത് ഏതാന്ന് കണ്ടെത്താം. ഏതാ അറബിക്കടലുമായി പങ്കിടാത്ത സംസ്ഥാനം? ഓപ്ഷൻ ബി ആന്ധ്രാപ്രദേശാണ്. 29 ഇന്ത്യയുടെ അക്ഷാംശ സ്ഥാനം എത്രയാണ്? ഇന്ത്യയുടെ അക്ഷാംശ സ്ഥാനം എത്രയാ? 8 ഡിഗ്രി 4 വടക്ക്, 37 ഡിഗ്രി 6 വടക്കാണ്. 30ാമത്തെ ചോദ്യം, ഗംഗാ നദിയുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന ഏതാന്ന് കണ്ടെത്തുക. ഓപ്ഷൻ എ മാനസ സരോവർ തടാകത്തിൽ നിന്ന് ഉത്ഭവം. ശരിയാണോ? തെറ്റാണ്. ഓപ്ഷൻ ബി അറബിക്കടലിൽ പതിക്കുന്നു. ശരിയാണോ? അറബിക്കടലിലാണോ പതിക്കുന്നത്? ഓപ്ഷൻ ബി തെറ്റാണ്. 3 2900 കിലോമീറ്റർ നീളമുണ്ട്. അതെന്താണ്? ശരിയാണ്. ഓപ്ഷൻ സി 2900 കിലോമീറ്റർ നീളമുണ്ട്. ഇനിയും ഓപ്ഷൻ ഡി ഗാങ്ടോക്ക് എന്തല്ല ഗംഗാ നദിയുടെ പോഷക നദിയല്ല. 31 വെള്ളവും വളവും കണികാരൂപത്തിൽ ഡ്രിപ്പറുകളിലൂടെ നൽകുന്ന രീതി ഏതാ? ഓപ്ഷൻ ഡി ഫെർട്ടിഗേഷൻ ആണ്, അല്ലെ? ഫെർട്ടിഗേഷൻ ആണ്. 32 മൺസൂണിന്റെ പിൻവാങ്ങൽ കാലം എന്നറിയപ്പെടുന്നത് ഏതാ? പിൻവാങ്ങൽ കാലം, മൺസൂണിന്റെ പിൻവാങ്ങൽ കാലം എന്നറിയപ്പെടുന്നത് ഓപ്ഷൻ എ വടക്ക് കിഴക്കൻ മൺസൂൺ കാറ്റുകളാണ്. 33 താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകൾ ശരി അല്ലാത്ത പ്രസ്താവന ഏതാണെന്നാണ് വേണ്ടത് കേട്ടോ. നിള എന്ന പേരിൽ അറിയപ്പെടുന്നത് ഭാരതപ്പുഴയാണ്. ശരിയാണ്. ഓപ്ഷൻ ബി കേരളത്തിലെ ഏറ്റവും നീളമുള്ള നദി ഭാരതപ്പുഴയാണ്. തെറ്റാണ്. അപ്പോൾ തെറ്റായ പ്രസ്താവന ചോദിച്ചിരിക്കുന്നത് ഏതാ? നമ്മളെ പെരിയാറാണല്ലേ കേരളത്തിലെ ഏറ്റവും നീളമുള്ള നദി. 34 2023 വയലാർ അവാർഡ് ജേതാവായ ശ്രീകുമാരൻ തമ്പിക്ക് വയലാർ അവാർഡ് നേടിക്കൊടുത്ത കൃതി ഏതാ? ജീവിതം ഒരു പെൻഡുലമാണ്. 35 ഐക്യരാഷ്ട്ര സംഘടന 2023 ഏത് വർഷമായിട്ടാണ് ആചരിക്കുന്നത്? ഏതാ? ചെറുധാന്യ വർഷം, അല്ലെ? മില്ലറ്റ് ഇയർ ആയിട്ടാണ് 2023 ആഘോഷിച്ചത്. 36 പെരിയാറിന്റെ പോഷക നദികൾ ഏതൊക്കെയാണ്? 1 മുതിരമ്പുഴയുണ്ട്, പെരിഞ്ചാംകുട്ടിയാറുണ്ട്, 3 തൊടുപുഴയാറുണ്ട്, 4 കട്ടപ്പനയാറുണ്ട്. ഏതാ? ഓപ്ഷൻ ഡി ആണ് കേട്ടോ. ഇതൊക്കെ എന്ത് തന്നെയാണ്? പെരിയാറിന്റെ പോഷക നദികളാണ്. 37 പട്ടിക 1 പട്ടിക 2 ചേരുംപടി ചേർക്കാനാണ്. ഒരു വശത്തുള്ളത് വന്യജീവി സങ്കേതം, അതുപോലെ രണ്ടാമതുള്ളത് വന്യജീവി സങ്കേതം സ്ഥിതി ചെയ്യുന്ന ജില്ലകളുമാണ്. നെയ്യാർ എവിടെയാണ്? നെയ്യാർ തിരുവനന്തപുരത്ത് തന്നെയാണ്. ചെന്തുരുണി കൊല്ലമാണ്. കരിമ്പുഴ മലപ്പുറമാണ്. കൊട്ടിയൂർ എവിടെയാ? കണ്ണൂരും തന്നെയാണ്. അപ്പോൾ 1 1 2 2 3 3 4 4. ഓപ്ഷൻ എ ആണ് ആൻസർ. 38 2023 വൈദ്യശാസ്ത്ര നൊബേൽ സമ്മാന ജേതാക്കളായ ഡോക്ടർ കാറ്റലിൻ കാരിക്കോയും ഡോക്ടർ ഡ്രൂ വൈസ്മാൻ എന്നിവർക്ക് എന്തിനുള്ള കണ്ടുപിടുത്തത്തിനാണ് സമ്മാനം ലഭിച്ചത്? എന്തിനായിരുന്നു കിട്ടിയത്? ഓപ്ഷൻ സി ആണ് കേട്ടോ. mRNA വാക്സിൻ കണ്ടുപിടിച്ചതിനാണ് കേട്ടോ. ഓപ്ഷൻ സി ആണ്, mRNA വാക്സിൻ വികസിപ്പിച്ചതിനാണ്. 39 ഇരവികുളം ദേശീയോദ്യാനവുമായി ബന്ധപ്പെട്ട് തെറ്റായ പ്രസ്താവന ഏതാന്ന് കണ്ടെത്താം. ഇരവികുളമായിട്ട് ബന്ധപ്പെട്ടിട്ട് തെറ്റായ പ്രസ്താവന. കേരളത്തിലെ ആദ്യത്തെ ദേശീയോദ്യാനമാണ്. ശരിയാണ്. വരയാടുകളുടെ സംരക്ഷണ കേന്ദ്രമാണ്. ശരിയാണ്. 1978 നിലവിൽ വന്നത്. അതും എന്താണ്? ശരിയാണ്. തേക്കടി വന്യജീവി സങ്കേതം എന്ന പേരിൽ അറിയപ്പെടുന്നു. തെറ്റാണ്. ഏതാ? പെരിയാറാണല്ലേ തേക്കടി എന്ന പേരിൽ അറിയപ്പെടുന്നത്. അപ്പം തെറ്റായ പ്രസ്താവന ഏതാ? 4 മാത്രം എന്നുള്ള, അല്ലെ? ഓപ്ഷൻ ഡി ആണ് ആൻസർ. 40ാമത്തെ ചോദ്യം, കേരളത്തിലെ ആദ്യത്തെ ശുചിത്വ പഞ്ചായത്ത് ഏതാ? പോത്തുകലാണ്. ഓപ്ഷൻ എ പോത്തുകൽ. 41 തണ്ണീർമുക്കം ബണ്ട് നിർമ്മിച്ചിരിക്കുന്ന കായൽ ഏതാ? വേമ്പനാട്ട് കായലിലാണ്. 42 മുതിരപ്പുഴയാറിൽ സ്ഥിതി ചെയ്യുന്ന കേരളത്തിലെ ജലവൈദ്യുത നിലയങ്ങൾ ഏതൊക്കെയാണെന്ന് കണ്ടെത്തുക. മുതിരപ്പുഴയിൽ സ്ഥിതി ചെയ്യുന്ന കേരളത്തിലെ ജലവൈദ്യുത പദ്ധതികൾ ഏതൊക്കെയാണെന്ന് കണ്ടെത്താൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഏതൊക്കെയാ? 1 പള്ളിവാസൽ ചെങ്കുളമുണ്ട്, പെരിങ്ങൽകുത്ത് പന്നിയാറുണ്ട്, ശബരിഗിരി ചോളയാറ്, കല്ലട മണിയാറ്. ഇതിലേതാ? ഓപ്ഷൻ എ അല്ലെ? 1 മാത്രമാണല്ലോ. ഓപ്ഷൻ എ 1 മാത്രമാണ്. ഇത് പള്ളിവാസൽ ചെങ്കുളം എവിടെയാണ്? മുതിരമ്പുഴയിലാണ് സ്ഥിതി ചെയ്യുന്നത്. 43 കേരളത്തിലെ തീരപ്രദേശത്തിന്റെ പ്രത്യേകത അല്ലെങ്കിൽ പ്രത്യേകതകൾ താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനയിൽ നിന്ന് ശരിയായത് കണ്ടെത്തുക. തീരപ്രദേശത്തെക്കുറിച്ച് ശരിയായ പ്രസ്താവന. 1 ഉപ്പ് രസമുള്ള എക്കൽ മണ്ണ്. ശരിയാണ്. സഹ്യപർവ്വതത്തിന്റെ ഭാഗം, അങ്ങനെ ഒരു ബന്ധമില്ല, അല്ലെ? റബ്ബർ ധാരാളമായി കൃഷി ചെയ്യുന്ന സ്ഥലം. തെറ്റാണ്. എവിടെയാ? നമ്മുടെ
തീരപ്രദേശത്താണോ റബ്ബർ ധാരാളമായിട്ട് കൃഷി ചെയ്യുന്നല്ലേ? ഇടനാടിലാണ് അല്ലേ? ഇനി സമുദ്രനിരപ്പിൽ നിന്ന് ഉയർന്ന പ്രദേശം, അതും എന്താണ്? തെറ്റാണ്. അപ്പോൾ ഏതേ ഉള്ളൂ? 1 മാത്രം അല്ലേ? 43ാമത്തെ ആൻസർ ഓപ്ഷൻ സി 1 മാത്രം എന്നുള്ളതാണ്. 44 ഇന്ത്യയിൽ വിദ്യാലയങ്ങളിലെ ഉച്ചഭക്ഷണ പദ്ധതി ആദ്യമായിട്ട് നടപ്പിലാക്കിയ സംസ്ഥാനം ഏതാ? ഓപ്ഷൻ സി തമിഴ്നാട്ടിലാണ് അല്ലേ? തമിഴ്നാട്ടിലാണ് മിഡ് ഡേ മീൽസ് ആദ്യമായിട്ട് ആരംഭിച്ചത്. 45 താഴെ തന്നിരിക്കുന്നതിൽ നിന്ന് ശരിയായ ജോഡി കണ്ടെത്താൻ പറ്റാണ്. കത്തിയാവാറ് പീഠഭൂമിക്ക് ഉദാഹരണമാണ്. സുന്ദർബൻ ഡെൽറ്റയ്ക്ക് ഉദാഹരണമാണ്. ആരവല്ലി ഉപദ്വീപാണ്. അതുപോലെ ഹുഗ്ലി പർവ്വതമാണ്. ഇതിൽ ശരിയായ ജോഡി ഏതായിരിക്കും? ഓപ്ഷൻ ബി അല്ലേ? സുന്ദർബൻ ഡെൽറ്റ എന്നാണ് നമ്മൾ പഠിക്കുന്നത്. സുന്ദർബൻ എന്താണ്? ഡെൽറ്റയ്ക്ക് ഉദാഹരണമാണ്. 46 ഡിസംബർ 1 ദുബായിൽ നടന്ന COP28 ഉച്ചകോടി ഏത് വിഷയവുമായി ബന്ധപ്പെട്ടതാണ്? ഓപ്ഷൻ ഡി കാലാവസ്ഥാ വ്യതിയാനം. 47 ഇന്ത്യൻ ഭരണഘടനയിൽ ഉൾപ്പെടുന്ന മൗലിക കർത്തവ്യങ്ങളുടെ എണ്ണം എത്രയാ? 11 മൗലിക കർത്തവ്യങ്ങളാണ് ഇന്ത്യൻ ഭരണഘടനയിലുള്ളത്. 48 കേരളത്തിലെ ആദ്യത്തെ തീവണ്ടി യാത്ര ഏതെല്ലാം സ്ഥലങ്ങളെയാണ് ബന്ധിപ്പിച്ചിരിക്കുന്നത്? ഏതൊക്കെയാ? തിരൂർ ടു ബേപ്പൂർ ആണ്. ഓപ്ഷൻ ഡി തിരൂർ ടു ബേപ്പൂർ. 49 ലാക്ടോമീറ്റർ താഴെ പറയുന്നവയിൽ ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ലാക്ടോമീറ്റർ താഴെ തന്നിരിക്കുന്നതിൽ ഏതുമായി ബന്ധപ്പെട്ടതാ? പാലിൻ്റെ ശുദ്ധത അളക്കാൻ വേണ്ടിയിട്ടാണ്. 50 UK, ഇന്ത്യ, കെനിയ ഈ 3 രാജ്യങ്ങളുടെ പ്രത്യേകത എന്താ ഇത് പ്രത്യേകത? ഓപ്ഷൻ ബി കോമൺവെൽത്ത് രാജ്യങ്ങളാണ് അല്ലേ? 51 ഹരിതഗൃഹവാതകത്തിൽ പെടാത്തത് ഏതാന്ന് കണ്ടെത്തുക. ഹരിതഗൃഹവാതകത്തിൽ പെടാത്തത് ഏതാ? കാർബൺ ഡൈ ഓക്സൈഡ് ഉണ്ട്, മീഥൈൻ ഉണ്ട്, നൈട്രസ് ഓക്സൈഡ് ഉണ്ട്, നൈട്രജൻ ഉണ്ട്. ഏതാ? ഓപ്ഷൻ ഡി നൈട്രജൻ ആണ്. 52 ഇന്ത്യൻ നാഷണൽ ആർമിയുമായി ബന്ധപ്പെട്ട നേതാക്കൾ ആരൊക്കെയാന്ന് കണ്ടെത്തുക. സുഭാഷ് ചന്ദ്രബോസും ക്യാപ്റ്റൻ ലക്ഷ്മിയുമാണ്. 53 അസ്ഥികളുടെ ആരോഗ്യത്തിന് അത്യന്താപേക്ഷിതമായ ജീവകം അല്ലെങ്കിൽ വിറ്റമിൻ ഏതാ? അതുപോലെ അതിൻ്റെ കുറവ് മൂലമുണ്ടാകുന്ന രോഗവും തിരിച്ചറിയുക. ഏതാ? ഓപ്ഷൻ സി ആണ് വൈറ്റമിൻ ഡി റിക്കറ്റ്സ് അല്ലെങ്കിൽ കണയാണ്. 54 വിരിപ്പ്, മുണ്ടകൻ, പുഞ്ച എന്നിവ കേരളത്തിലെ ഏത് കാർഷിക വിളയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? വിരിപ്പ്, മുണ്ടകനൊക്കെ എന്താണ്? നെല്ല് കൃഷിയുമായി ബന്ധപ്പെട്ടതാണ്. 55 കേരളത്തിലെ കടുവ സംരക്ഷണ കേന്ദ്രങ്ങളിൽ ഒന്നാണ് ഡാഷ്. ഏതാ? ഓപ്ഷൻ ഡി ആണ് പറമ്പിക്കുളം. 56 താഴെ നൽകിയിരിക്കുന്ന പ്രസ്താവനകൾ പരിശോധിച്ച് ഏതൊക്കെയാണ് ശരിയായവ കണ്ടെത്താൻ വേണ്ടിയിട്ടാണ്. 1 മനുഷ്യ ശരീരത്തിൽ പദാർത്ഥ സംവഹനം നടത്തുന്നത് രക്തപര്യന വ്യവസ്ഥയാണ്. എന്താണ്? ശരിയാണ്. ഒന്നാമത്തത് ശരിയാണ്. രക്തപര്യന വ്യവസ്ഥയിലെ പ്രധാന ഭാഗങ്ങളാണ് ഹൃദയവും രക്തക്കുഴലുകളും. അതും എന്താണ്? ശരിയാണ്. 3 മനുഷ്യ ശരീരത്തിലെ വിവിധ പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുകയും ഏകോപിപ്പിക്കുകയും ചെയ്യുന്നത് നാഡീവ്യവസ്ഥയാണ്. അതും എന്താണ്? ശരിയാണ്. 4 നാഡീവ്യവസ്ഥയുടെ പ്രധാന ഭാഗങ്ങളാണ് വൃക്കകളും കരളുകളും. തെറ്റാണ്. അപ്പോൾ ഏതൊക്കെ ശരിയുള്ളൂ? 1, 2, 3 എന്തുള്ളൂ? ശരിയായ പ്രസ്താവനയുള്ളൂ. 4ാമത്തെ എന്താണ്? തെറ്റാണ്. അപ്പോൾ ഓപ്ഷൻ എ ആണ് വരുന്നത്. 1, 2, 3 ശരിയാണ്, 4 തെറ്റാണ്. 57 2023 കേരളത്തിൽ നിപ്പ രോഗം റിപ്പോർട്ട് ചെയ്ത ജില്ല ഏത് ജില്ലയിലായിരുന്നോ? ഓപ്ഷൻ സി കോഴിക്കോടാണ്. 58 പരിസ്ഥിതി സൗഹാർദ്ദപരമായ കീടനിയന്ത്രണ മാർഗങ്ങളിൽ പെടാത്തത് ഏതാ? ഓപ്ഷൻ ബി ആണ് കേട്ടോ, ഉറുമ്പ് പൊടിയിടുന്നതാണ്. 59 വേരുകൾ വായുവിലേക്ക് വളരുന്ന രീതിയിൽ സസ്യങ്ങളെ വളർത്തി പോഷക ലായനികൾ വേരിലേക്ക് സ്പ്രേ ചെയ്യുന്ന കൃഷി രീതി ഏതാ? ഓപ്ഷൻ എ എയറോപോണിക്സ് ആണല്ലേ. ഓപ്ഷൻ എ എയറോപോണിക്സ്. 60 ദൃശ്യപ്രകാശം അതിൻ്റെ ഘടകവർണ്ണങ്ങളായിട്ട് വേർതിരിയുന്ന പ്രതിഭാസം ഏതാ? ഓപ്ഷൻ ബി പ്രകീർണനമാണ്. ഓപ്ഷൻ ബി പ്രകീർണനം. 61 ആറ്റത്തെ സംബന്ധിച്ച് താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകൾ പരിശോധിച്ച് ശരിയായത് അല്ലെങ്കിൽ ശരിയായവ കണ്ടെത്തുക. ഏതാ? 1 ആറ്റത്തിൻ്റെ കേന്ദ്രം ന്യൂക്ലിയസ് എന്നറിയപ്പെടുന്നു. ശരിയാണ്. 2ാമത്തത് ഇലക്ട്രോണുകൾ ന്യൂക്ലിയസിൽ കാണപ്പെടുന്നു. തെറ്റാണ് അല്ലേ? ഇലക്ട്രോണുകൾ എവിടെയാണ് കാണപ്പെടുന്നത്? ന്യൂക്ലിയസിന് പുറത്തല്ലേ കാണപ്പെടുന്ന ഇലക്ട്രോണുകളാണ് എന്ത് ഫ്ലോ ചെയ്യുന്നത് അല്ലേ. ഇനി 3ാമത്തത് ആറ്റത്തിലെ പോസിറ്റീവ് ചാർജുള്ള കണമാണ് പ്രോട്ടോൺ. അതെന്താണ്? ശരിയാണ്. അപ്പോൾ 1, 3 ആണ് എന്ത്? ശരിയായ പ്രസ്താവന. അപ്പോൾ ഓപ്ഷൻ ബി ആണ് ആൻസർ. 62 താഴെ കൊടുത്തിരിക്കുന്നവർ ഹൈഡ്രജൻ വാതകം ഉണ്ടാകുന്നത് ഏത് സന്ദർഭത്തിലാണ്? ഇതൊക്കെ SCRT ഇതുവരെ ചോദിച്ച എല്ലാ ക്വസ്റ്റ്യൻസ് ഏകദേശം എന്ന് പറയുന്നത് SCRT ക്വസ്റ്റ്യൻസ് ആണ്. 1ാമത്തത് ഹൈഡ്രോക്ലോറിക് ആസിഡ് സിങ്ക് ലോഹവുമായിട്ട് പ്രവർത്തിക്കുമ്പോഴാണ് ഹൈഡ്രജൻ ഉണ്ടാകുന്നത്. ശരിയാണോ? ശരിയാണ്. അപ്പോൾ ഓപ്ഷൻ എ തന്നെയാണ് ഇതിൻ്റെ ആൻസർ. 63 ഇരുമ്പിൻ്റെ അയിര് ഏതാ? ഹെമറ്റൈറ്റ് ആണ് അല്ലേ. ഹെമറ്റൈറ്റ് ആണ്
ഇരുമ്പിൻ്റെ അയിരെന്ന് പറയുന്നത്. 64 പാരപ്പറ്റിൽ വെച്ചിരിക്കുന്ന ഒരു ചെടിച്ചട്ടി താഴേക്ക് പതിക്കുമ്പോൾ അതിനുണ്ടാകുന്ന ഊർജ്ജ മാറ്റം എന്താണ്? അതായത് മുകളിൽ നിൽക്കുന്ന ഒരു വസ്തു താഴേക്ക് വരുമ്പോൾ എന്താ അതിന് സംഭവിക്കുന്നത്? ഗതികോർജ്ജം വർദ്ധിക്കും അല്ലേ, സ്ഥിതികോർജ്ജം കുറയുകയാണ് ചെയ്യുന്നത്. ഓപ്ഷൻ സി ആണ്, ഗതികോർജ്ജം വർദ്ധിക്കുകയും സ്ഥിതികോർജ്ജം കുറയുകയാണ് ചെയ്യുന്നത്. 65ാമത്തെ ചോദ്യം, ഇന്ത്യയുടെ ഏറ്റവും പുതിയ യുദ്ധക്കപ്പലായ INS മഹേന്ദ്രഗിരിക്ക് ഇന്ത്യയിലെ ഏത് സംസ്ഥാനത്തെ മലനിരകളുടെ പേരാണ് നൽകിയിരിക്കുന്നത്? INS മഹേന്ദ്രഗിരിക്ക് ഇന്ത്യയിലെ ഏത് സംസ്ഥാനത്തെ മലനിരകളാ? ഓപ്ഷൻ സി ആണ്, ഒഡീഷയിലാണ് കേട്ടോ. 66 2023 വനിതാ ഫുട്ബോൾ ലോകകപ്പ് ചാമ്പ്യന്മാരായ രാജ്യം ഏതാ? ഓപ്ഷൻ ബി സ്പെയിനാണ്. 67 താഴെ തന്നിരിക്കുന്നതിൽ വിസർജനാവയവം അല്ലാത്തത് ഏതാന്ന് കണ്ടെത്തുക. വൃക്കയുണ്ട്, ഹൃദയമുണ്ട്, ത്വക്കുണ്ട്, ശ്വാസകോശമുണ്ട്. ഏതാ? ഹൃദയമാണ്. ഓപ്ഷൻ ബി ഹൃദയമാണ്. 68 ചുവടെ കൊടുത്തിരിക്കുന്നവരിൽ വൈറസ് മൂലം ഉണ്ടാകുന്ന രോഗം ഏതാന്ന് കണ്ടെത്തുക. വൈറസ് ഏതാ? ഓപ്ഷൻ എ എയ്ഡ്സ് തന്നെയാണ്. 69 പുകവലി മൂലം ശ്വാസകോശത്തിലെ വായു അറകളുടെ ഇലാസ്തികത നഷ്ടപ്പെട്ട് അവ പൊട്ടുകയും വൈറ്റൽ കപ്പാസിറ്റി കുറയുകയും ചെയ്യുന്ന രോഗാവസ്ഥ ഏതായിരുന്നു? ഓപ്ഷൻ ഡി ആണല്ലേ, എംഫിസിമ. 70 നൂതന സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ കുഷ്ഠരോഗ നിർമ്മാർജ്ജനത്തിന് കേരള ആരോഗ്യ വകുപ്പ് നടപ്പിലാക്കിയ പദ്ധതി ഏതായിരുന്നു? എൽസയാണ്. ഓപ്ഷൻ ബി എൽസയാണ്. 71 2023 പരിസ്ഥിതി ദിന സന്ദേശം താഴെ തന്നിരിക്കുന്നവയിൽ ഏതാണ്? ഇത് നമ്മൾ കഴിഞ്ഞ യൂണിവേഴ്സിറ്റി LGSനും ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഏതായിരുന്നു? ബീറ്റ് പ്ലാസ്റ്റിക് പൊല്യൂഷൻ അല്ലെങ്കിൽ പ്ലാസ്റ്റിക് മലിനീകരണം ചെറുക്കുക എന്നതായിരുന്നു. 72 ദഹനഫലമായി പ്രോട്ടീൻ വിഘടിച്ചുണ്ടാകുന്ന ലഘു ഘടകം ഏതാ? ഓപ്ഷൻ സി അമിനോ ആസിഡ് ആണ്. ഓപ്ഷൻ സി ആണ് ആൻസർ, അമിനോ ആസിഡ്. 73 കാൽ വിരലുകൾക്കിടയിലും പാദങ്ങളിലും ചൊറിച്ചലുണ്ടാകുന്ന അറ്റ്ലസ് ഫുട്ട് എന്ന രോഗത്തിന് കാരണമായ സൂക്ഷ്മ ജീവി ഏതാ? ഓപ്ഷൻ എ ബാക്ടീരിയ അല്ലേ. അറ്റ്ലസ് ഫുട്ടിന് ഫംഗസ് ആണ്. ഓപ്ഷൻ ബി ഫംഗസ് ആണ്. 74 പ്രമേഹം എന്ന രോഗത്തിന് കാരണമാകുന്നത് ഏത് ഹോർമോണിന്റെ ഉൽപാദനം കുറയുന്നത് മൂലമാണ്? ഏതാ? ഇൻസുലിനാണ്. ഓപ്ഷൻ എ ഇൻസുലിന്. 75ാമത്തെ ചോദ്യം, 18 വയസ്സിൽ താഴെ പ്രായമുള്ള കുട്ടികളുടെ സമഗ്ര ആരോഗ്യ സംരക്ഷണത്തിനുള്ള സേവനങ്ങൾ ഉറപ്പുവരുത്തുന്ന പദ്ധതി ഏതായിരുന്നു? ഓപ്ഷൻ സി ആണ്, ആരോഗ്യ കിരണം. 76ാമത്തെ ചോദ്യം, ഇന്ത്യയിലെ ആദ്യത്തെ ആന്റിബയോട്ടിക് സ്മാർട്ട് ആശുപത്രിയായിട്ട് പ്രഖ്യാപിച്ച കുടുംബാരോഗ്യ കേന്ദ്രം എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? എവിടെയായിരുന്നു? കക്കോടി, കോഴിക്കോട് അല്ലെ. കറണ്ട് അഫയേഴ്സിലൊക്കെ പഠിച്ച കാര്യമാണ്. ഓപ്ഷൻ ഡി കക്കോടി, കോഴിക്കോട്. 77 2023 സെപ്റ്റംബറിൽ അന്തരിച്ച ഇന്ത്യൻ ഹരിത വിപ്ലവത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്ന പ്രശസ്തനായ കാർഷിക ശാസ്ത്രജ്ഞൻ ആരായിരുന്നു? ഓപ്ഷൻ ബി ഡോക്ടർ MS സ്വാമിനാഥൻ. ഇതും നമ്മുടെ കഴിഞ്ഞ യൂണിവേഴ്സിറ്റി LGSന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഡേറ്റ് അടക്കമായിരുന്നു ചോദിച്ചിരുന്നത് അല്ലേ. 2023 സെപ്റ്റംബർ 28 ആര് അന്തരിക്കുന്നത്? ഡോക്ടർ MS സ്വാമിനാഥൻ അന്തരിക്കുന്നത്. ഇനി 78ാമത്തെ ചോദ്യം, ഹൃദയത്തെ ആവരണം ചെയ്ത് കാണുന്ന ഇരട്ട സ്ഥലം ഏതാ? ഹൃദയത്തെ ഏതാ? ഓപ്ഷൻ ഡിയിലെ പെരിക്കാർഡിയമാണ് ഹൃദയം. 79 ക്ഷയരോഗബാധയെ തടയുന്നതിന് ഉപയോഗിക്കുന്ന പ്രതിരോധ വാക്സിൻ ഏതാ? ഓപ്ഷൻ സി BCG ആണ്. 80 ഇന്ത്യയിലെ ആദ്യത്തെ മണ്ണ് മ്യൂസിയം എവിടെയാ? പറോട്ടുകുണമാണ് അല്ലേ. സ്ഥിതി ചെയ്യുന്ന ജില്ല ഏതാ? ഇന്ത്യയിലെ ആദ്യത്തെ മണ്ണ് മ്യൂസിയം അല്ലെങ്കിൽ സോയിൽ മ്യൂസിയം സ്ഥിതി ചെയ്യുന്ന ജില്ല ഏതാ? തിരുവനന്തപുരമാണ്. തിരുവനന്തപുരം ജില്ലയിലെ പറോട്ടുകോണം എന്ന് പറയുന്ന സ്ഥലത്താണ്. അതാണ് 80 GK ക്വസ്റ്റ്യൻസ്. ഇനി എന്താക്കാം, 20 മാത്സ് ഉണ്ട്. അതിന് ആൻസർ മാത്രം പറഞ്ഞു കേട്ടോ. 81 ഓപ്ഷൻ ബി ആണ് കേട്ടോ, 8% കിട്ടുന്നത്. 82ന്റെ ആൻസർ ഓപ്ഷൻ എ ആണ്, 18. 83ന്റെ ആൻസർ ഓപ്ഷൻ സി ആണ്, 312 കിലോമീറ്റർ. 84 1 മുതൽ 9 വരെയുള്ള സംഖ്യകളുടെ തുക എത്രയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ 84 ഓപ്ഷൻ സി ആണ്, 45 ആണ്. 85 കൂട്ടത്തിൽ പെടാത്തത്, 85 ത്രികോണമാണ്. 86 ഒരു സമചതുരത്തിന്റെ പരപ്പളവ് 289 ചതുരശ്ര മീറ്റർ ആയാൽ ഒരു വശം എത്രയാണെന്ന് വെച്ചാൽ 86 ഓപ്ഷൻ സി 17 മീറ്റർ ആണ്. 87ന്റെ ആൻസർ ഓപ്ഷൻ സി തന്നെയാണ്, 10 ആണ്. 88ന്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി ആണ്, 20. 89ന്റെ ആൻസർ ഓപ്ഷൻ ഡി 8. 90ന്റെ ആൻസർ ഓപ്ഷൻ ബി ആണ്, 11. 91ന്റെ ആൻസർ ഓപ്ഷൻ ബി ആണ്, 0.1 ആണ്. 92 ഓപ്ഷൻ ഡി ആണ്, 42. 93ന്റെ ആൻസർ ഓപ്ഷൻ സി 1/4 ആണ്. 94ന്റെ ആൻസർ ഓപ്ഷൻ ബി ആണ്, 5. ഇനി 95ാമത്തെ ചോദ്യം,
95ൻ്റെ ആൻസർ ഓപ്ഷൻ എ ആണ് 12. 96 ഓപ്ഷൻ സി 102. 97 ഓപ്ഷൻ ഡി 0.25. 98ൻ്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി ആണ് 92. 99 ഓപ്ഷൻ എ ആണ് 11 സ്ക്വയർ. 100ൻ്റെ ആൻസർ ഓപ്ഷൻ എ ആണ് 88. അപ്പോൾ വരാൻ പോകുന്ന എക്സാമുകളായിട്ടുള്ള LGSും അതുപോലെ കേരള ബാങ്ക് OAക്കുള്ള ആൾക്കാർ എന്ത് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ SCRT പക്കയാക്കി വെച്ച് കഴിഞ്ഞാൽ സുഖസുന്ദരമായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, സ്കോർ ചെയ്യാൻ പറ്റും. അതുപോലെ കറണ്ട് അഫയേഴ്സും.